ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അബിൾസ് വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്മാവാണ്. അതിന് ഞാൻ നുറുക്ക് ഗോതമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക്, സവാള, നമ്മുടെ ബീൻസ്, ഇത്രയും വെജിറ്റബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കടുകിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നിലക്കടല എടുത്ത് വെച്ചിട്ടുണ്ട്, കടല, അതുപോലെ തന്നെ പൊട്ടുകടല, ഉണക്കമുളക്, പിന്നെ ജീരകം, കടലപ്പരിപ്പ്, അതുപോലെ ബ്ലാക്ക് ഉഴുന്ന്, ചെറുപയർ പരിപ്പ്, അങ്ങനെ സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കടുക്. പിന്നെ പാത്രം അടുപ്പത്ത് വെച്ച് അതിന് ശേഷം ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യണം. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലൊക്കെ യൂസ് ചെയ്യാം. പാത്രം ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കടുകിട്ട് കൊടുക്കുക കേട്ടോ. സിമ്പിളായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത് ഉപ്മാവിൻ്റെ. നിങ്ങൾക്ക് ഇനിയിപ്പം ഓയിലിന് പകരം നെയ്യ് ഇഷ്ടമുള്ളവർ നെയ്യ് ഉപയോഗിക്കുക. ഒലിവ് ഓയിൽ തന്നെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നെയ്യിലോ ബട്ടറിലോ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് എടുത്താൽ മതി നമ്മുടെ ഓയിൽസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഓരോ കാര്യങ്ങളായിട്ട് നമ്മുടെ പൊട്ടുകടലയും അതുപോലെ കടലയും ജീരകവും കടുകും ഉണക്കമുളകും അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ്. എന്നിട്ട് ഇത് ലാസ്റ്റ് ഒരു ബ്രൗൺ കളർ പോലെ ആയി വരും. നല്ലൊരു മൂക്കണ്ട, എന്നാൽ ചെറുങ്ങനെ മൂത്തായിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇതുപോലത്തെ ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ ഇതിലേക്ക് വെജിറ്റബിളും ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ വെജിറ്റബിളും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ടേ. നല്ല ഹെൽത്തി ആയിട്ടാണ്. ഇതിലേക്ക് വേണമെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇഷ്ടമുള്ളവർക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കാരണം നമ്മൾ വെജിറ്റബിളിലൊക്കെ ഒത്തിരി ഉപ്പ് പിടിക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയണത്. അതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇട്ടിട്ട് കുതിർത്തി വെച്ചിട്ടുള്ളതാട്ടോ, കഴുകി കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ ഒഴിച്ചിട്ട്, നിങ്ങൾ എത്രയാണ് ഗോതമ്പ് എടുക്കണത് അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേണം ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഉപ്പുണ്ടോ ഒക്കെ നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു പാത്രം വെച്ച് അടച്ച് വേവിക്കുക. അതിന് ശേഷം അതാ ഞാൻ ഒരു 2-3-5 മിനിറ്റ് അടച്ച് വേവിച്ച് ചെറിയ തീയിലിട്ട് അടച്ച് വേവിച്ച് നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മണമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഉപ്മാവാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. ഭയങ്കര ബെനഫിറ്റാണ്. കാരണം നമ്മൾ ഒരു ലഞ്ചിൻ്റെ ടൈമിലോ മോർണിംഗിലോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മൾ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും സപ്പോർട്ടും ചെയ്യണേ. ഇപ്പോൾ ഹെൽത്തി ഡിഷായിട്ട്